വിനായകൻ നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ടൊരു നടനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ആട് 1, 2, 3 സിനിമ ഒക്കെ തന്നെ കാണുന്നത് ശരിക്കും അല്ല വിനായകൻ്റെ കഥാപാത്രത്തെ കൂടെ കണ്ടത് ആസ്വദിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനായകൻ. വിനായകൻ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹം നിരന്തരമായി അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്കറിയാം, നമുക്കിന് പ്രത്യേകിച്ച് ഓരോന്നായിട്ട് എടുത്ത് പറയാൻ തുടങ്ങിയാൽ അതിനെ സമയം കാണുള്ളൂ. എങ്കിലും ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ചിത്രം ഫേസ്ബുക്കിലിട്ടുകൊണ്ട് ഒരു മോശമായ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ് വിനായകൻ്റെ പേരിൽ. ഇത് 1 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇത് പരാതി ഉയർന്നിരുന്നതാണ്. സംഭവം ഒരു വിനായകൻ്റെ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലീസ് സ്വീകരിച്ച നടപടിയോ അതിനെക്കുറിച്ച് എന്തോ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കുട്ടിയുടെ പിതാവ് വിനായകന് ഷെയർ ചെയ്തിരുന്നു. ഈ വിനായകന് വാട്സപ്പിൽ ഷെയർ ചെയ്തു. അദ്ദേഹം ഇത് വാട്സപ്പിൽ ഇത് കണ്ട് കുപിതനായിട്ട് നേരെ ഈ പിതാവിൻ്റെ ID എടുക്കുന്നു. അതിൽ DP ഇട്ടിരുന്നത് അയാളുടെ മകളുടെ പ്രായപൂർത്തിയാകാത്ത മകളുടെ 8 വയസ്സ് കണ്ടുള്ള കുട്ടിയുടെ ചിത്രമായിരുന്നു. ഈ ചിത്രം വിനായകൻ എടുത്തിട്ട് ഇതിനകത്ത് വളരെ മോശമായിട്ട് ഈ പടം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഈ കുട്ടിയുടെ പടം ഇട്ടുകൊണ്ട് ഈ പ്രൊഫൈൽ ഉടമയെ അവഹേളിക്കുന്ന തരത്തിൽ വളരെ മോശമായിട്ട് എഴുതുകയായിരുന്നു, കുറിപ്പിടുകയായിരുന്നു. ഇതിനെതിരെ എനിക്ക് തോന്നുന്നു അവർ ബാലാവകാശ കമ്മീഷനിൽ പരാതി കുട്ടിയുടെ പിതാവ്. എന്നിട്ടിപ്പോൾ ഓർത്തോണം ഇപ്പോഴാണ് സിറ്റിംഗ് നടക്കും. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അത് ഇടതുപക്ഷ സർക്കാർ ഇരുന്നുകൊണ്ടായിരിക്കാം. അതെ, അത് ചവിട്ടി വെച്ചിരുന്ന ആവാം എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഈ ബാലാവകാശ കമ്മീഷൻ ഇന്നലെ സിറ്റിങ്ങിൽ മാവേലിക്കര എന്ന സിറ്റിങ്ങിൽ, മാവേലിക്കര സ്വദേശിയാണ് ഈ കുട്ടി, അതെ, കേസെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിനായകനെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് വിനായകൻ പിടിക്കാത്ത പുലിവാലുകളില്ല. എല്ലാത്തിലും ചെന്ന് പുലിവാല് പിടിക്കുന്നുണ്ട്. വിനായകൻ നല്ല കലാകാരനാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് അല്ല, അദ്ദേഹം മിക്കപ്പോഴും ഈ ലഹരിയുടെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം രജനീകാന്തിന് ഒത്ത വില്ലനായിട്ട് അഭിനയിച്ച ആളാണ് ജയിലർ സിനിമയിൽ. അത് മാത്രമല്ല മമ്മൂട്ടി വില്ലനായ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയിൽ, മലയാള സിനിമയിൽ നായകനായിരുന്നു. അതെ, വിനായകനായിരുന്നു നായകൻ. വിനായകനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ അദ്ദേഹത്തിന് വളരെ നല്ല അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ആദ്യകാല സിനിമകളിലൊക്കെ ഇദ്ദേഹം ഗുണ്ടയാണ്. അതെ. അപ്പോൾ എനിക്ക് ഈ മോഹൻലാലിൻ്റെ മാന്ത്രികം സിനിമയിലൊക്കെ ഈ മൈക്കിൾ ജാക്സനായിട്ടൊക്കെ വന്ന പുള്ളി ഫയർ ഡാൻസ് ഉണ്ടല്ലോ, ഞെട്ടി കഴിവുറ്റ നടനാണ്, നല്ല കഴിവുള്ളയാളാണ്. ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഗുണ്ടയായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ നായക സങ്കല്പങ്ങളെയൊക്കെ തന്നെ മാറ്റിമറിച്ച ഒരാളാണ്. അതെ, ഈ ഇദ്ദേഹം. പക്ഷെ സംസ്ഥാന അവാർഡ് കിട്ടിയല്ലോ, സംസ്ഥാന അവാർഡ് കിട്ടിയ ആളാണ്. അത് നാഷണൽ അവാർഡ് പോലും കിട്ടാൻ അർഹനായ നടൻ തന്നെയാണ്. പക്ഷേ ഈ കലാകാരന്മാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇത് ശരിയാണ്. ഒരു ശബ്ദത്തിന് ചുറ്റിനും ഒരുപാട് അനുയായികൾ കാണുമായിരിക്കാം. അവർ പറയും ഇത് കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ കാണിക്കൂ, അതായിരിക്കും അതിൻ്റെ ഒരു മാസം എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ അതൊക്കെ കേസ് കൊടുക്കുമ്പോൾ കോടതി അറിയേണ്ടത് വിനായകനാണല്ലോ, ഈ കൂടെ നിൽക്കുന്നവരല്ലോ. മാത്രമല്ല ഈ മനുഷ്യൻ ഈ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് പരാമർശം നടത്തിയെന്ന് പരാതി കൊടുത്ത മനുഷ്യനെ അത് സോഷ്യൽ മീഡിയയിൽ ഈ വിനായകൻ്റെ സുഹൃത്തുക്കളായിരിക്കും, അതാ ഫോളോവേഴ്സോ, അവർ വളർന്നിട്ട് ചീത്ത വിളിക്കുകയായിരുന്നു എന്നും കൂടെ. അത് ഇയാൾ ആ കൊട്ടിയുടെ പടം, അതിനെതിരായ അശ്ലീല സംഭാഷണം, അതുപോലെ തന്നെ അതിൻ്റെ ഫോൺ നമ്പർ, പിതാവിൻ്റെ ഫോൺ നമ്പർ, ഇത്രയുമാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിനായകനെ അനുകൂലിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അത് പല കാരണങ്ങളാൽ അനുകൂലിക്കുന്നവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? അവർ വിനായകൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, വിനായകൻ ഇവിടുത്തെ വരേണ്യവർഗത്തോട് പോരാടുന്ന ആളാണെന്നും പറഞ്ഞാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുക. ഈ വരേണ്യവർഗത്തോട് പോരാടുക എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്. അല്ലെങ്കിൽ ഈ വരേണ്യവർഗം എന്തെങ്കിലും ഇവരോട് ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹത്തിനെതിരെ ഏതാണ്ട് ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് കിട്ടിയ അത്ര അവസരങ്ങൾ ഇവിടെ വേറെ ആർക്കും കിട്ടുന്നുമില്ല. അല്ല, മാത്രമല്ല മലയാള സിനിമയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് കലാഭവൻ മണിക്ക് നായകനാകാനും വിനായകന് നായകനാകാനും ഒക്കെ തന്നെ കഴിഞ്ഞു. മലയാള സിനിമ ഒരു കാലത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തൊരവസ്ഥ പിന്നീട് വരുമ്പോൾ ഇവർക്കെല്ലാം ഒരുപാട് കാലം മാറിയല്ലോ, അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ കിട്ടിയവർ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം വേടൻ എന്താണ് പ്രശ്നം? വേടൻ്റെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്തു, കഞ്ചാവ് പിടിക്കും, സ്വാഭാവികമായിട്ടും വേടനെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കേസെടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ വേടൻ പറഞ്ഞ എന്താണ്? ഞാനിത് ഉപയോഗിക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വേടൻ ഇത് ഉപയോഗിക്കുന്ന ആളാണ്. ആ വേടൻ ആൾക്കാരോട് പറയുന്നുണ്ട്, ഇത് നിങ്ങളാരും ഉപയോഗിക്കരുതേ എന്ന്. ഉപയോഗിച്ചോണ്ടാവും. അത് അദ്ദേഹം ഒരു സന്ദേശം നൽകുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ വേടനെ ആണെങ്കിലും കഞ്ചാവുമായിട്ട് പിടിച്ച സമയത്ത് എന്തൊരു ബഹളമായിരുന്നു.
അല്ല, എല്ലാത്തിനെയും ആളുകൾ ഇപ്പം ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോയി ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് അവർക്ക് ഇത്രയും ഒരു സംഘബലം എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്കെന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് എനിക്കൊന്നും വിനായകൻ്റെ കാര്യം തന്നെ നമുക്ക് അറിഞ്ഞൂടെ, ഏതെല്ലാം പ്രശ്നങ്ങൾ ചെന്നുപെട്ടു, ഏതെല്ലാം അസഭ്യം വിളിച്ചതിൻ്റെ പേരിലും അതൊരു പരാമർശത്തിന്റെ പേരിലും മദ്യപിച്ച ലക്കേട്ട് തുണി ഉരിഞ്ഞ് കാണിച്ചതിൻ്റെ പേരിലുണ്ട്. ഇടപെടാത്തതിൻ്റെ ആരെയൊക്കെ ഒരുപാട് പേര് നമ്മളിപ്പം വിനായകൻ്റെ എതിരായിട്ട് വന്ന കേസുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം മദ്യലഹരിയിലാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം IM വിജയൻ്റെ ഫുട്ബോൾ താരം IM വിജയൻ്റെ മകൻ്റെ വിവാഹച്ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമ്പോൾ എന്തൊരു റിസപ്ഷനാണ് അദ്ദേഹത്തിനോട് കിട്ടുന്നത്. ആളുകളെ വിനായകൻ ഭയങ്കര ആവേശത്തോടുകൂടി വരവേൽക്കണം, വിനായകനും അത് ശരിക്കും അത് ആസ്വദിച്ച് വരുന്നുമുണ്ട്. അപ്പോൾ ആ ജനങ്ങൾക്ക് വിനായകനെ വലിയ ഇഷ്ടമാണ്, നമുക്കെല്ലാവർക്കും വിനായകനെ ഇഷ്ടം തന്നെയാണ്, നമ്മളൊക്കെ വിനായകൻ്റെ വലിയൊരു ആരാധകരാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ പലരും പറയാറുണ്ട് ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കവിയുടെ എഴുത്തുകാരൻ്റെ അവൻ്റെ സ്വകാര്യ ജീവിതം നമ്മൾ നോക്കണ്ട, അവൻ്റെ സാഹിത്യം അല്ലെങ്കിൽ അവൻ്റെ ആ കലാരൂപം നോക്കിയാൽ മതിയല്ലോ. പക്ഷേ അവർ സമൂഹത്തിലെ മാതൃകകളാണ് ഇവരെല്ലാവരും, ഈ കവികളും ഈ ഇതുപോലത്തെ സിനിമാക്കാരും ഒക്കെ സമൂഹത്തിൻ്റെ മാതൃകകളാണ്. ഇത് പണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അതെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താണ്, ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. എന്ത് സംഭവിച്ചാലും അപ്പം തന്നെ തുറന്നു കാട്ടപ്പെടുകയാണ്. ഇപ്പം നമുക്കറിയാം മുകേഷ് സിനിമയാണ്, ഈ മുകേഷിനെ രാത്രിയാകുമ്പോൾ ഓരോരുത്തർ വിളിക്കും. വിളിച്ചു കഴിയുമ്പം മുകേഷ് ഈ ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോഴുള്ള ഒരു ക്ഷീണമുണ്ടല്ലോ, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല, അവനിക്ക് ആയാസപ്പെട്ട ജോലി. അന്നേരമാണ് ഈ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ വിളിക്കുമ്പോൾ ആരായാലും തെറി വിളിച്ചു. ഈ വിളിക്കുന്നവന്റെ ലക്ഷ്യം എന്താ, ഇയാൾ തെറി വിളിക്കണം. അന്നേരമാണ് അദ്ദേഹം അന്തസ് വേണോടാ അന്തസ്, പിന്നെ കുറേ തെറിയും പറയുന്ന അന്നേരമാണ്. അപ്പോൾ വേറൊരുത്തം വിളിച്ച് പാലക്കാട്ടുള്ള ഒരുത്തം വിളിച്ചിട്ട് കൊല്ല MLA ഏതാണ്ട് ചെയ്തു കൊടുക്കണമെന്ന് പറയും. ഇടമോനെ നിനക്ക് അവിടെ നിന്റെ നാട്ടിൽ MLA ഇല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വിളിച്ചെടുത്ത് പിറ്റേന്ന് ഇത് സോഷ്യൽ മീഡിയയെ പ്രചരിപ്പിച്ച് രസം കണ്ടെടുത്തുന്നു. PC ജോർജിനെതിരെ ഇതായിരുന്നു ഒരു പറ്റം ആൾക്കാരുടെ പരിപാടി. അത് ഈരാറ്റുപേട്ടയിലുള്ള പുള്ളിയുടെ എതിരാളികളാണ്. ഇപ്പോൾ പുള്ളി ഇലക്ഷന് അദ്ദേഹം ഷോൺ പരാജയപ്പെട്ടല്ലോ, നിരന്തരം ഫോൺ ചെയ്യും. അപ്പോൾ ഫോൺ വരുമ്പോൾ ഒരു പൊതുപ്രവർത്തനം ഫോൺ എടുക്കും, എടുത്ത് കഴിയുമ്പോൾ കളിയാക്കുക, ചീത്ത വിളിക്കുക. അല്ലെ ഈ ചിലർക്ക് ഈ PC ജോർജിന്റെ രീതി അറിയാം. വൈകുന്നേരം ആകുമ്പോൾ പിടിച്ച് പുള്ളി ചിലപ്പോൾ 2 അടിച്ചെന്നില്ല, ഈ അടിച്ചു കഴിഞ്ഞിരിക്കുമ്പോഴായിരിക്കും വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഗുണമുണ്ട്, അദ്ദേഹത്തിന്റെ നമ്പർ ആര് വിളിച്ചു നോക്ക് അദ്ദേഹം ഫോൺ എടുക്കും, ഇനി തിരിച്ചു വിളിക്കും. അദ്ദേഹത്തിന്റെ നമ്പർ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കുക, അദ്ദേഹം തിരിച്ചു വിളിക്കും. ഇതേ അവസ്ഥയാണ് ഇദ്ദേഹത്തിന് ഏത് പാതിരാക്കി വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കും. വേറൊരാൾക്ക് ഇതേ ശീലം ഉണ്ടായിരുന്നു, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചാനലിൽ ജോലി സമയത്ത് അതിലൊക്കെ വിളിച്ചിട്ടുണ്ട്, കൃത്യം ഫോൺ എടുക്കും, തിരിച്ചു വിളിക്കും. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ നമ്മൾ ആരും നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇതുപോലെ ഈ PC ജോർജ് എടുത്തു കഴിയുമ്പോൾ ഈ 2 വൈകിട്ട് ചിലപ്പോൾ അടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് എന്തോ ചെയ്യും, ഇവന്മാർ വിളിച്ച് ഉടക്ക വർത്തമാനം പറയും, പുള്ളി നല്ല പച്ചത്തെറി വിളിക്കും. അല്ലാത്തപ്പോൾ പുള്ളി ചീത്ത വിളിക്കുന്ന ആളാണ്, പുള്ളി ചാനൽ ചർച്ചയെ തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള ടീം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതി അതാണ്. PC ജോർജിനെ അതെ, അതിന്റെ മണിയാശാന് മാത്രമല്ല ഗ്രാമീണ ശൈലി PC ജോർജ്. അപ്പൊ ഇദ്ദേഹം ചീത്ത വിളിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരിതെടുത്ത് പ്രചരിപ്പിക്കും. ഇത് പ്രചരിപ്പിച്ച് PC ജോർജ് അങ്ങ് വൈറലാകും. PC ജോർജിന് അതൊരു പ്രശ്നമല്ല. പിന്നെ ഇനി അഥവാ ഇങ്ങനെ വിട്ടെന്നല്ലോ എന്ന് കരുതി രാത്രി അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കില്ല, ഇപ്പോഴും പുള്ളി എടുക്കും, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത് തന്നെയാണ് വിനായകനും പറ്റുന്നത്. എന്താണ്, വിനായകൻ ഈ പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇദ്ദേഹം അല്പസ്വല്പമൊക്കെ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ അത് പിന്നീട് പല രീതിയിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് നല്ല നടനാണ്, ഒരുപാട് കഴിവുകളുള്ളൊരു നടനാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഇത്തരം ഒരു സ്വഭാവം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ പൊതുജന മധ്യത്തിൽ വളരെയധികം അവഹേളിക്കപ്പെടുകയില്ല. മാത്രമല്ല പണ്ടത്തെ കാലത്തൊക്കെ ആരാധകർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ശരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ പ്രൊഫഷണൽസിനാണ് വേണ്ടത്. ഇപ്പോൾ 2 സിനിമയിലെ സെറ്റിൽ ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അവർ വേറൊരാളെ നോക്കും. ഒരുപാട് സിനിമാക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ദുരന്തം. അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യുന്നതിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇടാനും അദ്ദേഹത്തെ വലിയ സംഭവമാക്കി മാറ്റി കാണിക്കാനും ഇദ്ദേഹത്തിൻ്റെ ഒരു കുറേ അനുയായികളുണ്ട്. പക്ഷെ അവരൊന്നും ചെയ്യുന്ന ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. പക്ഷെ വിനായകനെ തിരുത്താനും ആർക്കും പറ്റില്ല. ഇപ്പൊ അവരെ തിരുത്താൻ ഇപ്പൊ നമ്മളിപ്പോൾ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞാൽ നമ്മളെ അയാൾ തിരുത്തും. അത് അത്തരം ഒരു അവസ്ഥയിലുള്ള ഒരാളാണ്. എന്താണെങ്കിലും ഈ അടിക്കടി ചെന്ന് ഇദ്ദേഹം ഇതിലേക്ക് വീഴുന്നു. ഇനി സെറ്റുകളിലും പുള്ളി കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് ആയതോ അമ്പലത്തിൽ ചെന്ന് എനിക്ക് ഇപ്പോൾ അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞ് പാലക്കാട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നല്ലൊരു നടനാണ് അദ്ദേഹം, നല്ല കലാകാരൻ, ഇഷ്ടപ്പെടുന്ന കലാകാരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൂടെ മിതത്വം പാലിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു.